നിന്നടിച്ചുയർത്തു വന്നതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ വീടിടത്തു നിന്നടിച്ചുയർത്തു പിന്നലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ സമസ്ത മേഖലകളും കൈയടക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈജ്ഞാനിക ഉന്നതിയിലൂടെ കേരളീയ സമൂഹത്തിന് കൂടുതൽ മുന്നേറാൻ കഴിയുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MP-യുമായ കെ സോമപ്രസാദ് പറഞ്ഞു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPIM അഞ്ചൽ ഏരിയ സമ്മേളനം ഏരൂർ ഭാരതീപുരത്തുള്ള ഓയിൽ പാം കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആവശ്യം വരുന്നത് ഒരു യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ്. ഒരു യുദ്ധം ഭാവിയിൽ തന്റെ രാജ്യത്തിനെതിരായി തന്റെ സ്വാതന്ത്ര്യത്തിനെതിരായി ഒരു യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള യുദ്ധഭീതി നിലനിൽക്കുമ്പോഴാണ് ഓരോ രാജ്യങ്ങളും തങ്ങളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സൈനികമായി കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാവവും യുദ്ധോപകരണങ്ങൾ മാറ്റാൻ വേണ്ടി മാറ്റിയിരിക്കുന്നു. യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പിന്നെ ആയുധങ്ങൾ എന്തിനാണ് വാങ്ങുന്നത്? ആയുധങ്ങൾ വാങ്ങാതിരുന്ന പിന്നെ ആയുധങ്ങൾ ഉണ്ടാകുന്ന താല്പര്യത്തിനാണ്. പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ സാധ്യതകൾക്ക് അനുസൃതമായ നയപരിപാടികൾ ആവിഷ്കരിക്കാനുള്ള ചർച്ചകൾക്ക് സമ്മേളനങ്ങളിൽ CPIM നേതൃത്വം വഹിക്കും. ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കാനുള്ള പദ്ധതികളുമായി കേന്ദ്രം ഭരിക്കുന്ന BJP അനുദിനം മുന്നോട്ടു പോവുകയാണ്. അതിനെതിരെ ക്രിയാത്മകമായ ഒരു പോരാട്ടം നടത്താൻ കഴിവില്ലാത്ത തരത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് രാജ്യത്ത് അധംപതിച്ചു. ഇവിടെയാണ് ഇന്ത്യൻ ഇടതുപക്ഷം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രസക്തിയെന്നും സോമപ്രസാദ് കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് P. ലാലാജി ബാബുവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥയും ജയശങ്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള കൊടിമര ജാഥയും MA അഷറഫിന്റെ തടിക്കാടിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ റാലിയും സമ്മേളന സ്ഥലമായ ലാലാജി ബാബുനഗറിൽ ഞായറാഴ്ച വൈകുന്നേരം 7 മണിയോടെ എത്തിച്ചേർന്നതോടുകൂടിയാണ് സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം K. ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി സെക്രട്ടറി T. അജയൻ സ്വാഗതം പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുവരികയാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഏരിയ സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് 2024-2025 ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേരുകയാണ്. മധുരയിൽ വെച്ച് ഈ സമ്മേളനം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് താഴോട്ടുള്ള എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ ചേരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന്റെ നേതൃത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. CPIM ജില്ലാ സെക്രട്ടറി S. സുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം S. രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S. ജയമോഹൻ, ജോർജ് മാത്യു, S. വിക്രമൻ, C. ബാൾഡുവിൻ, C. രാധാമണി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുജ ചന്ദ്രബാബു, MA രാജഗോപാൽ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ഇന്ന് വൈകുന്നേരം സമാപിക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടെ പുതിയ ഏരിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് 29-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ആലഞ്ചേരിയിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിനും റെഡ് വോളണ്ടിയർ മാർച്ചോടുകൂടി സമ്മേളന നടപടികൾ അവസാനിക്കും. LDF കൺവീനർ TP രാമകൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. റിപ്പോർട്ടർ സജി അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു.
പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക്